മോളിങ്ങനെ അഭിനയിക്കാനൊക്കെ പോകുമ്പോ കൂടെ ആരാ വരിക? എന്റെ അമ്മ വരും, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മ വരുമ്പോ എന്നാ പറയും? അമ്മ ഇങ്ങനെ വന്ന് നോക്കുവോ മോൾ അഭിനയിക്കുന്നൊക്കെ? ഞാൻ സമ്മതിക്കില്ല, പരിസരത്ത് നിർത്താൻ സമ്മതിക്കില്ല. അമ്മേനെയോ? അമ്മേനെന്നല്ല, എന്റെ വീട്ടുകാരെ ആരെ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, അതെന്നാ പറ്റി? എനിക്ക് എന്നെ അറിയുന്നവര് ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് എനിക്ക് തന്നെ ഒരു ചമ്മല് വരുത്തും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ പരിസരത്ത് ആരെയും നിർത്തരുന്നത്. പിന്നെ ഈ കണ്ണട വെക്കാത്തപ്പോ മിക്കപ്പോഴും എനിക്ക് ആരെയും കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ അറിയത്ത് പോലുമില്ല. അറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ലെൻസ് വെച്ചിട്ടുണ്ട്. അല്ല, പൊതുവെ ഞാൻ ഷൂട്ടിന് ലെൻസ് പോലും വെക്കില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ആര് നിന്നാലും ഞാൻ അറിയത്ത് പോലുമില്ല ആരാ വന്നു പോകുന്നു, അത് കുഴപ്പമില്ല. അല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോകും. അതുകൊണ്ട് വീട്ടിൽ എന്നെ അറിയുന്നവരെ, ഫ്രണ്ട്സിനെ, വീട്ടുകാരെ ഒന്നും അടുത്ത് നിർത്തിക്കില്ല. തമിഴ് ഞാൻ ഒരെണ്ണം 8 തോട്ടാക്കൽ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അത് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം റിലീസായി, 8 തോട്ടാക്കൽ എന്ന് പറഞ്ഞാൽ. അത് ഫുൾ പുതിയ ആൾക്കാരാണ്. പക്ഷെ എന്താ പറയുക, അവിടെ ഒരു എല്ലാ ഗണത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അത് ആ ഡയറക്ടർ പറഞ്ഞ മാതിരി ഭയങ്കര യങ് ആണ്, എന്നാലും ആള് എന്താ പറയാ, എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരുടെയും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ആ മൂവി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും. ത്രില്ലർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണെങ്കിലും നമുക്ക് ഡെയിലി എന്തൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കണോ അതിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഷയൊന്നും കുഴപ്പമുണ്ടായില്ല. ഭാഷ ആദ്യത്തെ കുറച്ച് ദിവസം, എനിക്ക് 2 ദിവസം കഴിയുമ്പോ പിന്നെ നമ്മൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും തമിഴ് പിന്നെ വലിയ പ്രയാസമില്ല, നമ്മുടെ മലയാളമായിട്ട് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. പക്ഷെ ഭയങ്കര രസം, അത് പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. ഇനി തമിഴിൽ അങ്ങ് ബിസിയായി മലയാളത്തിലും ഓഫേഴ്സ് വന്നാൽ വിച്ച് വൺ യു വിൽ ചൂസ്? അത് അങ്ങനെയൊന്നുമില്ല, ക്യാരക്ടർ അനുസരിച്ച് ഞാൻ ചൂസ് ചെയ്യും. എനിക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. നല്ല ക്യാരക്ടർ, ദാറ്റ് മീൻസ് താൻ നേരത്തെ പറഞ്ഞ പോലെ താൻ രജിസ്റ്റേർഡ് ആവുന്ന ഏതെങ്കിലും ഒരു നല്ല ക്യാരക്ടർ വന്നാൽ ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഹീറോയിൻ ആയിട്ട് തന്നെ വേണം അങ്ങനെ? നിർബന്ധമില്ല, എനിക്ക് ഹീറോയിൻ ആയിട്ട് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. എനിക്ക് എന്റെ ക്യാരക്ടർ ഞാൻ ഈ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് തോന്നണം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതില് ഷീ ഹാസ് മെയ്ഡ് സംതിങ്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹീറോയിൻ തന്നെ ആവണം എന്ന് എനിക്കൊരു നിർബന്ധം. പഠിത്തം മിക്സ് ആയി പോവില്ലടോ ഇതിന്റെ കൂടെ? അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് ഇല്ല, അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ആർക്കിടെക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല. എല്ലാവരും ഒരു മോശമായിട്ടാവോ താൻ അഭിനയിച്ച് നടന്നോ പഠിക്കണ്ട എന്നൊന്നും പറയാതെ? ഇല്ല, എനിക്ക് ഫുൾ ടെൻഷനും തന്നിട്ടില്ല ആരും. അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷനൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും ടെൻഷനൊന്നും ഇല്ലാത്തപ്പോ നമുക്കൊരു പാട്ട് പാടാം. ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ഇഷ്ടമല്ല, തമിഴോ മലയാളമോ, വാട്ട് എവർ യു ഫീൽ കംഫർട്ട്. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എൻമിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എൻമിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. പഴയ പാട്ട്, ഇതൊക്കെ എവർഗ്രീൻ ഹിറ്റ്സ് ആണ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല.